ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പൊന്നുകൊണ്ടിൽ ബിംബമുണ്ടാക്കി ദൂര സമഭൂമിയിൽ സ്ഥാപിച്ചു. അതിന് 60 മുഴ ഉയരവും 6 മുഴ വണ്ണവും ഉണ്ടായിരുന്നു. പ്രധാന ദേശാധിപന്മാരെയും നഗരാധിപന്മാരെയും മന്ത്രിമാരെയും കൂട്ടുവരുത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ എല്ലാവരും രാജാവ് സ്ഥാപിച്ചിരിക്കുന്ന സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കണം. ആരെങ്കിലും ഈ രാജകൽപ്പനയ്ക്ക് വിരോധമായി ബിംബത്തെ നമസ്കരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവനെ എരിയുന്ന തീച്ചൂളൽ ഇട്ടുകളയുമെന്നുമായിരുന്നു. എന്നാൽ ബാബിലോൺ ഭരണാധികാരികളായി നിയമിക്കപ്പെട്ട ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ ദൈവത്തെ ഭയപ്പെടുന്നവരും നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കൽപ്പന അനുസരിക്കുന്നവരായതുകൊണ്ട് അവർ രാജാവിന്റെ ബിംബത്തെ നമസ്കരിച്ചില്ല. ഈ വിവരം കൽദയർ രാജാവിനെ അറിയിച്ചു. രാജാവ് അവരെ രാജസന്നിധിയിൽ വരുത്തി ബിംബത്തെ നമസ്കരിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ തീച്ചൂളൽ ഇടുമെന്നും എന്റെ കയ്യിൽ നിന്ന് ഏത് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുമെന്നും ചോദിച്ചു. അതിനവർ, ഞങ്ങൾ സേവിക്കുന്ന യഹോവയായ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കോപിച്ച രാജാവ് തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ച് ബന്ധിച്ചവരെ തീച്ചൂളയിലിടുവാൻ കൽപ്പിച്ചു. ചൂടിന്റെ കാഠിന്യത്താൽ അവരെ തീയിലിടുവാൻ എടുത്തുകൊണ്ടുപോയവർ ദഹിച്ചുപോയി. ബന്ധിക്കപ്പെട്ടവരായി അവർ 3 പേരും തീച്ചൂളയിൽ വീണു. തീച്ചൂളയിലെ കാഴ്ച കണ്ട രാജാവ് ഭ്രമിച്ചുപോയി. നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്? എന്നാൽ 4 പുരുഷന്മാർ കെട്ടൊഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അതിൽ 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനെ പോലെ ആകുന്നു എന്ന് പറഞ്ഞു. ശേഷം രാജാവ് തീച്ചൂളയുടെ വാതിൽക്കൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവിനെന്ന് പറഞ്ഞു. തീച്ചൂളയിൽ നിന്ന് പുറത്തു വന്ന അവർക്ക് യാതൊരു ദോഷവും ഭവിക്കാതെ തീമണം പോലും ഏൽക്കാത്തവരായി കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. നെബൂഖദ്നേസർ രാജാവ് അവരെ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ദൈവത്തിൽ ആശ്രയിച്ച ദാസന്മാരെ ദൈവം തന്റെ ദൂതനെ അയച്ച് രക്ഷിച്ചു. ഈ വിധം രക്ഷിക്കുവാൻ മറ്റൊരു ദൈവത്തിന് കഴിയുകയില്ല. അതുകൊണ്ട് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് കൽപ്പിച്ചു.